ശത്രുവിനെ വിശ്വസിക്കാം, ഉള്ളത് മുഖത്തു നോക്കി പറയും. എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ച് നിങ്ങളൊന്നു മാറുമ്പോൾ മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കും. നിങ്ങൾ അനുഭവിച്ച ഭയം നിങ്ങളെ ധൈര്യശാലികളാക്കും. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് സ്വയം തിരിച്ചറിയുക. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും മനസ്സ് കൈവിട്ടു പോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കണം. കാരണം നിങ്ങളെ ആശ്വസിപ്പിക്കാനും സമാധാനം നൽകാനും ഈ ലോകത്ത് നിങ്ങളെക്കാൾ മികച്ച വ്യക്തി ഉണ്ടാവില്ല. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളെ പാഠങ്ങളാക്കുക. കാരണം അവയൊക്കെയും പിന്നീടുള്ള ജീവിത പരീക്ഷണങ്ങളിലെ ഉത്തരങ്ങളാണ്. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് പങ്കുവയ്ക്കാൻ സ്നേഹം മാറ്റിവെക്കരുത്. ഏത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകുക. കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും പോരായ്മകളും എല്ലാം അറിഞ്ഞുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഒരാളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ആ സ്നേഹം പവിത്രമാകുന്നത്. ചില വ്യക്തികളുടെ മുഖത്തിനുള്ള സൗന്ദര്യം അവരുടെ ഹൃദയത്തിലുണ്ടാകണമെന്നില്ല. എന്നാൽ ചിലർക്ക് അവരുടെ മുഖത്തിനേക്കാൾ ഹൃദയത്തിലാണ് സൗന്ദര്യം. നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യത്തിന് 3-4 മിനിറ്റ് ആയുസ്സേ ഉള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്ക് ഒരായുസ്സിൻ്റെ വലിപ്പമുണ്ടായി എന്ന് വരാം. സമയം വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. സമയം കടന്നുപോയി എന്നു കരുതി വിട്ടുകളയുകയും ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും അവിടെ നിന്ന് തുടങ്ങുക. വിജയിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടത് പരിശ്രമവും ധൈര്യവും മാത്രമാണ്. എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല. അത് അറിയേണ്ടവരിൽ മാത്രം നിലനിർത്താൻ കഴിവുള്ളവരാണ് വിവേകമുള്ളവർ. നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരാളെയും മരിക്കുവോളം വെറുക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവരാരും പകരം വയ്ക്കപ്പെടുകയുമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തേക്കെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന നിങ്ങളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.